പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ വലിയ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും മാനസിക കെട്ടുകളുടെ വിടുതലും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ സമയം കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ബീന ജോർജ്. ഞാൻ സ്ഥിരമായി ഷാലോം TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുള്ള വ്യക്തിയാണ്. എനിക്ക് ലഭിച്ച അത്ഭുത സൗഖ്യങ്ങൾക്ക് സാക്ഷി നൽകാനാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നത് മൂലം അതിശക്തമായ വയറുവേദന ഞാൻ ക്ലേശിക്കുകയായിരുന്നു. മരുന്നുകൾ കഴിച്ചിട്ടും എൻ്റെ വേദന വിട്ടുപോയിരുന്നില്ല. ഇൻറ്റേർണൽ ബ്ലീഡിങ് മൂലമാണ് വേദന അനുഭവപ്പെടുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തു. 2 മേജർ ഓപ്പറേഷൻ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എൻ്റെ വേദനയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ 2006 നവംബർ 19 അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ വേദനയെ സമർപ്പിച്ച് ഞാനും എൻ്റെ ഭർത്താവും കർത്താവിൻ്റെ സന്നിധിയിൽ ദാഹത്തോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി എൻ്റെ ഉദരപീഡകളിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടായി. എൻ്റെ വേദന എൻ്റെ യേശുനാഥൻ എടുത്തു മാറ്റി. അതിനുശേഷം ഞങ്ങൾ വേഗം പോയി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിലുണ്ടായിരുന്ന സിസ്റ്റ് പൂർണ്ണമായും അപ്രത്യക്ഷമായതായി സ്കാനിംഗ് റിപ്പോർട്ടിൽ വെളിപ്പെട്ട് കിട്ടി. അതിനുശേഷം ഇതുവരെയും വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ യേശുവിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ ഉദരപീഡ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്ത് യേശുവിൻ്റെ നാമത്തെ ഭവനത്തിലിരുന്ന് ഉറക്കെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉദരത്തിൽ ഗർഭാശയത്തിലുണ്ടായിരുന്ന സിസ്റ്റ് കർത്താവ് എടുത്തു മാറ്റി അത്ഭുതകരമായി സുഖപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ വേദനകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ സന്നിധി വെളിപ്പെടുത്തുക. നിങ്ങളുടെ ദുഃഖം ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാൽ വ്യത്യാസപ്പെടുന്ന സമയമാണ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സ്നേഹപൂർണ്ണമായ ഇടപെടലുകൾ എല്ലാ കുടുംബങ്ങളിലും ലഭിക്കട്ടെ. ഓ ദൈവമേ, എത്ര ചികിത്സിച്ചിട്ടും മാറ്റമില്ലാതെ രോഗത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രികളിലും കിടക്കകളിലും കിടക്കുന്ന എല്ലാ രോഗികളുടെ മേൽ ഇപ്പോൾ കരുണയായിരിക്കണമേ. പിശാചിൻ്റെ പീഡനിമിത്തം ഒരുപാട് കണ്ണുനീരൊഴുക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ കരുണയായിരിക്കണമേ. പാപത്തിൻ്റെ അതികഠിനമായ ഭാരനിമിത്തം നിരാശകളും കുറ്റബോധങ്ങളും വേട്ടയാടുന്നവരുടെ മേൽ ഇപ്പോൾ കരുണയായിരിക്കണമേ. ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ നാമം അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുതം സകല ജനങ്ങളും കാണട്ടെ. സകല ജാതി മതസ്ഥരുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ച് അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വിലാപത്തിൻ്റെ പുസ്തകം 3 26 കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ അവർ പല സാഹചര്യങ്ങളും പ്രതികൂലത്തിൽ അകപ്പെട്ട് തളർന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവിക മാർഗത്തിൽ നടക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പ്രതികൂലത്തിൻ്റെ മേൽ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണാതെ വരുമ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിച്ച്, അവരുടെ ഉന്മേഷം നഷ്ടപ്പെട്ട്, അവർ മനസ്സിൽ മരവിച്ച്, അവർ ആത്മാവിൽ തളർന്ന് അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ദൈവവചനപ്രകാരം ഒരു ദൈവ പൈതൽ തൻ്റെ പ്രതികൂലത്തിൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ തന്നെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് ഇടുകൊടുക്കുക ചോറ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് പോലെ സംഭവിക്കും എന്ന് വിചാരിക്കരുത്. ഒരു ദൈവ പൈതലിനെ ദൈവ ശിഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവികമായൊരു ശിഷ്യത്വം, ദൈവികമായൊരു ഡിസൈപ്പിൾഷിപ്പ് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രക്ഷയെ ക്ഷമാപൂർവം കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാക്കി ഈ ഭൂമിയിൽ ഒരുവനെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ 2006 ഒക്ടോബറിൽ അവിടെ ധ്യാനം കൂടാൻ വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു നിയോഗം നടക്കാതെ വന്നപ്പോൾ എൻ്റെ ആത്മീയ ഉണർവ് മങ്ങിപ്പോയി. എൻ്റെ പേര് ഷെറിൻ വർഗീസ്. ഞാൻ ധ്യാനം കൂടാൻ വരുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ വിഷമം ദൈവത്തോട് പറഞ്ഞ് പലതവണ പ്രാർത്ഥിച്ചു, എന്നാൽ എനിക്ക് ജോലി കിട്ടിയില്ല. 1 വർഷമായി കുവൈറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നു. 2005 ജൂണിൽ കുവൈറ്റിൽ വന്ന് നേഴ്സിംഗ് എക്സാം എഴുതി. എന്നാൽ നാളുകളായിട്ട് ഒന്നും ശരിയായില്ല. എൻ്റെ പേപ്പർ ഇടയ്ക്ക് വെച്ച് കാണാതായി.
രണ്ടാമതും അയച്ചു, അതും ഇടയ്ക്ക് വെച്ച് കാണാതായി. ഈ സമയത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ തളർന്നു. ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും അത് നടക്കാത്തതിനാൽ എൻ്റെ വിശ്വാസവും ക്ഷയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചു. കർത്താവ് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് ആത്മീയമായ ഒരു ഉത്തരമരുളി. എൻ്റെ ദൈവം എനിക്ക് അവരുണ്ടായിരുന്നവരിലൂടെ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: ഓരോന്നിനും ഓരോ സമയമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമുക്ക് നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങാം, എന്നാൽ അത് മധുരകരമായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവം അറിഞ്ഞു തരും, അതിന് ഒരു മധുരമുണ്ട്. ഉദാഹരണത്തിന്, ഒരു പഴം പറിച്ച് വെച്ച് പഴുപ്പിച്ച് തിന്നുന്നതിനേക്കാൾ അത് മരത്തിൽ നിന്ന് പഴുത്തിട്ട് പറിച്ച് തിന്നുന്നതിന് എത്രയോ രുചി. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സൗഖ്യം അനുഭവപ്പെട്ടു. അതിനുശേഷം ഞാൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒരാഴ്ചത്തെ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് എനിക്ക് സന്ദേശം നൽകി, ഒരു നേഴ്സിൻ്റെ ജോലി തടസ്സം അവിടെ നിന്ന് മാറ്റുന്നുവെന്ന്. ഞാൻ ഭവനത്തിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവം എൻ്റെ ജോലിയുടെ തടസ്സത്തിൽ ഇടപെട്ടു. ഞാൻ കുവൈറ്റിലേക്ക് കൊടുത്തിരുന്ന പേപ്പറുകൾ അവിടെ എത്തുകയും എൻ്റെ ജോലിക്ക് സാങ്ഷൻ ആവുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ കുവൈറ്റിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ നല്ല ശമ്പളത്തോടുകൂടെ ജോലി ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തി തൻ്റെ ജോലിക്ക് വേണ്ടി ഒത്തിരി കാലം പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഈ വ്യക്തി ചെറുപ്പകാലം തൊട്ടേ പ്രാർത്ഥനയിലും ദൈവാരാധനയിലും വിശുദ്ധിയിലുമുള്ളൊരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് അങ്ങനെ ചെറുപ്പം തൊട്ടേ വിശ്വാസവും ദൈവ ആശ്രയബോധം ഉണ്ടായിരുന്നെങ്കിലും ഈ വ്യക്തിയുടെ ഒരു നിർണായക ആവശ്യം വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വിശ്വാസ അപജയം ഉണ്ടായി. ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഇത്രയും നന്നായി ജീവിച്ചിട്ട്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നില്ല? എൻ്റെ കൂടെ പഠിച്ചിരുന്നവരും വേണ്ടത്ര പ്രാർത്ഥന ഇല്ലാത്തവരും കോപ്പി അടിച്ചവരും കള്ളത്തരം കാണിച്ചവരും കൈക്കൂലി കൊടുത്തവരും ഇന്ന് നല്ല ജോലിയിൽ പ്രവേശിച്ച്, ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയില്ല? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ളൊരു പ്രശ്നം ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇതിനുള്ള ഉത്തരം എന്താണ്? സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകണ്ട. കർത്താവിൻ്റെ മുമ്പിൽ നീ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൽ 7-ാം വാക്യം. എന്നാൽ ഈ വ്യക്തി പരിഭ്രമവും ടെൻഷനും പിടിച്ച് 2 വർഷം ജോലി കിട്ടാതെ അലഞ്ഞപ്പോൾ പരിഭ്രമത്തിൻ്റെയും പരിഭ്രാന്തിയുടെയും പിടിയിൽ അമർന്നു. ദൈവത്തിൻ്റെ വചനം 37-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്: പരിഭ്രമിക്കാതിരിക്കുക. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് പരിഭ്രാന്തി, ടെൻഷൻ, അസ്വസ്ഥത, മനോഭാരം, മനോവിഷമം, നിരാശ, ഇങ്ങനെയുള്ള തിന്മകളുടെ പിടിയിൽ അമരാതിരിക്കാൻ ആ വ്യക്തി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. 37-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം, നീ ദൈവത്തിൽ ബലപ്പെട്ട് നിൽക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുലിഖിതം: കർത്താവിനെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രതികൂലത്തിലാണ് ഉറപ്പ് കാണിക്കേണ്ടത്. അവൻ തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, തൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്നാൽ ദുഷ്ടമാർഗം അവലംബിക്കുന്നു, അഭിവൃദ്ധിപ്പെടുന്നു. ഇങ്ങനെ പ്രതികൂലവും അന്ധകാരവും ചുറ്റും വ്യാപിക്കുമ്പോൾ അവൻ തൻ്റെ ബലം, കർത്താവിലുള്ള തൻ്റെ ബലത്തിൽ അവൻ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അവൻ്റെ ബലം കർത്താവിൻ്റെ വചനങ്ങൾ എത്രേ, അവൻ്റെ ബലം കർത്താവിലുള്ള വിശ്വാസം എത്രേ. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 38-39 വാക്യങ്ങൾ: കർത്താവിൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 26-ാം വാക്യം: കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കാലങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്
അതൊന്നും നടക്കാതെ മനോഭാരപ്പെടുന്ന ദൈവമക്കളെ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശുദ്ധിയിലും പ്രാർത്ഥനയിലും എളിമയിലും വ്യാപരിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലല്ലോ എന്ന് വിഷമിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം കടന്നു വരട്ടെ. തൻ്റെ പരിസരത്തുള്ളവർ പ്രാർത്ഥനയും ദൈവാരാധനയും ദേവാലയ ബന്ധങ്ങളൊന്നും ഇല്ലാതെ കൈക്കൂലിയും കള്ളക്കടത്തും തിന്മയും പ്രവർത്തിക്കുന്നവർ ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നത് കണ്ട് അസ്വസ്ഥത പൂണ്ടിരിക്കുന്ന ഹൃദയങ്ങളോട് കർത്താവ് പറയുന്നു, അസ്വസ്ഥമാകണ്ട. ക്ഷമാപൂർവം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവേ, ഇപ്പോൾ അവിടുത്തെ കരങ്ങൾ നീട്ടി അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട്, അങ്ങയുടെ നാമത്തിൽ ശുശ്രൂഷിച്ചിട്ട്, അങ്ങയുടെ നാമത്തിൽ വ്യാപരിച്ചിട്ട് എന്ത് കിട്ടി എന്ന പരിഹാസമേറ്റ് തളർന്നിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വന്ന് മനസ്സിനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ആത്മീയ ജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന ദുഷ്ടാരൂപിയുടെ എല്ലാ കുതന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാശ്രയത്തോടെ ആത്മീയതയിൽ അടിയുറച്ച് ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ പിശാച് മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കെണികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ ഉന്നത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ ബലത്താൽ ഹൃദയങ്ങൾ നിറയട്ടെ, അങ്ങയുടെ ശക്തിയാൽ മനസ്സുകൾ നിറയട്ടെ, അങ്ങയുടെ വചനത്താൽ എല്ലാ ആത്മാക്കളും ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ദൈവമക്കളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന സകല നാരകീയ സേനകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിന് ശല്യമുണ്ടാക്കുന്ന സകല ദുഷ്ടാത്മ സേനകളോടും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവമക്കളെ വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ വർഷങ്ങളായി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും സ്വർഗത്തിൻ്റെ നന്മകൾ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ശുദ്ധമായിരുന്നു. ചാവുകടൽ പോലെ ഏത് അനുഗ്രഹം വന്നാലും എല്ലാം അവിടെ വെച്ച് അവസാനിക്കുന്ന തക്കവിധം നശിച്ചൊരു ഹൃദയമായിരുന്നു എൻ്റെ ഹൃദയം. ഈ നിമിഷങ്ങളിൽ ദൈവം വാഗ്ദാനം നൽകുന്നു, നിൻ്റെ ഹൃദയം ശിലാതുല്യമായി, നിൻ്റെ ഹൃദയം ചാവുകടലിന് തുല്യമായി, നിൻ്റെ ഹൃദയം ബെൻഹിന്നോൻ താഴ്വരയ്ക്ക് തുല്യമായി, നിൻ്റെ ഹൃദയം ആഘോർ താഴ്വരയ്ക്ക് തുല്യമായി, നിൻ്റെ ഹൃദയം നീ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ഹൃദയം ഞാൻ നൽകും. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിക്കുക, ദൈവമേ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. ദൈവത്തിൻ്റെ വചനം 145 സങ്കീർത്തനത്തിൽ 16 വാക്യം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുക. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി, വിശുദ്ധമായൊരു ഹൃദയത്തിന് വേണ്ടി വിളിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ സകല നന്മകളുടെയും അടിസ്ഥാനം ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന നന്മയുള്ളൊരു ഹൃദയമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉറക്കെ വിളിക്കുക, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തെ ഒരു പുതിയ ഹൃദയമാക്കണമേ. ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ വിശുദ്ധിയുള്ള നന്മയുള്ള അനുഗ്രഹമുള്ള ഒരു ദൈവ കൃപ നിറഞ്ഞൊരു ഹൃദയം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തകർന്നിരിക്കവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജീവിതത്തിൻ്റെ ദുശീലങ്ങൾ ഓർത്ത്, പാപം ഓർത്ത് നിരാശപ്പെട്ട് ഇനി ഒരിക്കലും മാറ്റമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അവിടുത്തെ സ്പർശനങ്ങൾ നൽകി വ്യത്യാസപ്പെടുത്തണമേ. എൻ്റെ പേര് സിസ്റ്റർ ദീപ. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് കഴുത്തിൻ്റെ അസ്ഥി അകലുന്നതുകൊണ്ട് കോളർ വയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ ഇവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുന്നിടത്ത് പോയിരുന്നു.
രണ്ടാമത്തെ ദിവസം തന്നെ അച്ഛനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു 2 പേർക്ക് കഴുത്തിൻ്റെ സംബന്ധമായ അസുഖം മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാരം നീങ്ങിപ്പോകുന്ന പോലെ അനുഭവപ്പെട്ടു. പക്ഷേ അന്നേരം ഞാനത് വിശ്വസിച്ചു. പിറ്റേ ദിവസം സാക്ഷ്യപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോ അത് ഞാൻ തന്നെയായിരിക്കുമെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് പറയാനൊരു മടി തോന്നിയിട്ട് എനിക്ക് പരിചയമുള്ള കുറേ പേർക്ക് ഇവിടെയുണ്ട്. അപ്പം ഇവിടെ കയറി വന്ന് പറയാനുള്ള മടി കൊണ്ട് ഞാനത് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് വീണ്ടും പറയണമെന്ന് എന്നോടത് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ഒരവസരം തന്നാൽ തീർച്ചയായിട്ടും പറയണമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് തന്നെ സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ അതൊന്നുകൂടി തെളിയിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ രാവിലെ ഞാൻ കാപ്പൂടി കഴിഞ്ഞ് ഇവിടെ വന്നു. എനിക്ക് പഴയതുപോലെ കഴുത്തിന് മുകളിൽ തൊട്ട് താഴെ വരെ ശക്തിയായി വേദനയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഭാഗ്യം ഞാനത് പറഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നോർത്തു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഉണ്ടായതുപോലെ തന്നെ അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ ആദ്യം ഉണ്ടായി. അതേ അനുഭവം എനിക്കുണ്ടായി. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈശോ എന്നെ സുഖപ്പെടുത്തിയതാണെന്ന്. ഇവിടെ വന്നിട്ട് എനിക്ക് നേരെ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. കഴുത്ത് ഒരു വശത്തേക്കും ചരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചരിച്ചാലും ഞാൻ രാത്രിയിൽ അപ്പത്തന്നെ ഉറക്കം ഉണരുമായിരുന്നു. ഇപ്പോൾ എനിക്കൊട്ടും വേദനയില്ല. എല്ലാ വശത്തേക്കും കഴുത്ത് തിരിക്കാൻ കുനിക്കുന്നത് കൊണ്ടൊന്നും വിഷമമില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പേര് തങ്കമ്മ, വേലിപ്പാടത്തു നിന്ന് വരുന്നു. എനിക്ക് ഇന്നലെ ആരാധന സമയത്ത് ഈശോ വന്ന് സ്പർശിച്ചതായി തോന്നി. ഒരു കുട്ടി അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ തട്ടിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഈശോ സ്പർശിച്ചു, രോഗസൗഖ്യം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തണ്ടൽ പിടിച്ച് നോക്കിയപ്പോൾ തണ്ടലിക്ക് വേദനയില്ല. കുറേ നാളായി തണ്ടൽ വേദനയായിരുന്നു. എത്ര നാളായിട്ടുള്ളതാ? 10-12 കൊല്ലമെങ്കിലും ഉണ്ടാവും. 10-12 കൊല്ലമായിട്ടുള്ള തണ്ടല് വേദന. തണ്ടല് വേദന വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുമ്പിടുമ്പോഴും നീരുമ്പോഴും കുറേ നേരം ബസ്സിലിരിക്കുമ്പോഴും പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് ഇരിക്കാനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്ക് നിൽക്കാറുന്നു. കുറച്ച് നേരം എനിക്ക് നിൽക്കും, പിന്നെ ഇരിക്കും. 10-12 വർഷമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് ഈശോ അത്ഭുതകരമായി ഇന്നലെ രാത്രി വന്ന് തൊട്ട് സുഖപ്പെടുത്തി. കൈയടിച്ച് സ്വയമാകട്ടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.